LDF തുടർഭരണമാണ് കേരളത്തെ അഭൂതപൂർവമായ വികാസത്തിലേക്ക് നയിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നാടിന്റെ അവസ്ഥയെന്ന് ഓർക്കണം. കേന്ദ്ര സർക്കാർ കേരളത്തോട് പകപോക്കൽ തുടരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ച LDF തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 9.5 വർഷത്തെ LDF ഭരണ നേട്ടങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു. കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന ചിന്ത മാറി. 1.5 ലക്ഷത്തോളം കോടി രൂപയുടെ പശ്ചാത്തല വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാനായി. വലിയ വികസന പ്രവൃത്തികൾ LDF വഴിയാണ് കേരളത്തിൽ സാധ്യമായത്. അതിദരിദ്രർ ഇല്ലാത്ത നാടായി കേരളം മാറിയത് LDF ഭരണം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. എന്നാൽ ആവശ്യമായ ഘട്ടങ്ങളിൽ സഹായിക്കാത്ത കേന്ദ്ര സർക്കാർ കേരളത്തോട് പകപോക്കൽ തുടരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തിന് അഭിമാനിക്കാവുന്ന സംഭാവനകൾ നമ്മുടെ സംസ്ഥാനം നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായ സഹായം വേണ്ട ഘട്ടത്തിൽ നൽകാൻ കേന്ദ്രഭരണം തയ്യാറായിട്ടില്ല എന്ന ദുരവസ്ഥയുണ്ട്. കാരണം കേരളത്തോട് ഒരു പ്രത്യേക പകപോക്കൽ രീതി. കോഴിക്കോട് കോർപ്പറേഷൻ നല്ല നിലയിലുള്ള പ്രവർത്തനമാണ് നടത്തിയത്. ചരിത്രപരമായ വിജയം LDFന് നൽകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോർപ്പറേഷൻ പ്രകടന പത്രിക MV ശ്രേയാംസ് കുമാർ പ്രകാശനം ചെയ്തു. LDF കൺവീനർ TP രാമകൃഷ്ണൻ, മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, LDF നേതാക്കളായ സത്യൻ മുഖേരി, എളമരം കരീം തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.